സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റൊക്കെ കാണുന്നുണ്ട് വരാനായിട്ടില്ല എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ റെക്ടിഫൈഡ് കീ വന്നു. നമുക്ക് അധികം സമയം കളയണ്ട, ഓരോന്നിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ മെയിൻ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ നമ്മുടെ പരീക്ഷാ ഭവൻ്റെ ഭാഗമായിട്ടുള്ള കേട്ടറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ കാറ്റഗറിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ള കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓരോ കാറ്റഗറി വൈസ് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി 1 നമുക്ക് ചെക്ക് ചെയ്യാം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി 1 ആകെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ മാത്രമാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിൽ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ സബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുമോ. കാറ്റഗറി 1 സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. ഇതാണ് നോക്കുക, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നോക്കാം. ഇത് ABCD നിങ്ങൾ ഏത് ആൽഫ കോഡ് ഏതാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് അത് മാത്രം നിങ്ങൾ നോക്കുക. ഇപ്പോൾ എയിലാണെങ്കിൽ ഇതാ 134ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബിയിലാണെങ്കിൽ 136, അതുപോലെ സിയിലാണെങ്കിൽ 32 മുതൽ 139 അല്ലേ, ഈ ക്രമത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് അറ്റൻഡ് ചെയ്ത ഒരാളാണെങ്കിൽ 134ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, റോങ് ക്വസ്റ്റ്യൻ ആണ്, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 146ാമത്തെ ക്വസ്റ്റ്യനും തന്നെയാണ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൽഫ കോഡ് ഏതാണ് നോക്കണം, അതിനനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കുക. ആ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, റോങ് ക്വസ്റ്റ്യൻ തെറ്റായ ചോദ്യം ആയതുകൊണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തവർക്ക്, അതായത് കേട്ടറ്റ് കാറ്റഗറി 1 അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഇവിടെ ക്യാൻസൽ ആയിട്ടുള്ള ഈ 2 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, അതുകൊണ്ട് അതിനാരും ബുദ്ധിമുട്ട് വേണ്ട. ആ 2 മാർക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മാർക്ക് 2 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇതാണ് കാറ്റഗറി 1 സംബന്ധിച്ചിടത്തോളം മാറ്റം വന്നിട്ടുള്ളത്. മറ്റ് സബ്ജക്റ്റിലൊന്നും കാറ്റഗറി 1 മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. അടുത്ത നമുക്ക് കാറ്റഗറി 2 വരാം. കാറ്റഗറി 2 സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, കാറ്റഗറി 2 സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ കന്നഡ മീഡിയം ഉണ്ടല്ലോ അല്ലേ, ലാംഗ്വേജ് കന്നഡ സെലക്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ചെറിയൊരു മാറ്റമുണ്ട്. അപ്പം നമുക്ക് നോക്കാം. സൈക്കോളജി സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നോക്കാം, ആൽഫ കോഡ് A പ്രകാരം 9th ക്വസ്റ്റ്യനാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. B അറ്റൻഡ് ചെയ്ത ആളാണെങ്കിൽ അതിലത്തെ 17ാമത്തെ ചോദ്യം, C അറ്റൻഡ് ചെയ്ത ആളാണെങ്കിൽ 21ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ആൽഫ കോഡ് D അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ 7th ക്വസ്റ്റ്യനാണ് അവിടെ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇത് റോങ് ക്വസ്റ്റ്യനാണ്, തെറ്റായ ചോദ്യം ആയതുകൊണ്ട് എന്താണത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടും. കാറ്റഗറി 2 അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു മാർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. അഡീഷണൽ മീൻസ് ആ മാർക്ക് കിട്ടും, നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താൽ അതിൻ്റെ മാർക്ക് എല്ലാവർക്കും ലഭിക്കും. അടുത്ത സോഷ്യൽ സയൻസ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് നോക്കേണ്ടതുള്ളൂ. മാത്സ് പ്ലസ് സയൻസ് ചൂസ് ചെയ്ത ആളാണെങ്കിൽ, ഓപ്റ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കണ്ട. അപ്പോൾ സോഷ്യൽ സയൻസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ 2 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ഞാൻ A കോഡ് പ്രകാരം പറയാം. A കോഡ് പ്രകാരം ഓക്കെ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലെ A കോഡ് പ്രകാരം 49th ക്വസ്റ്റ്യൻ നമ്പർ 49 എന്താണ്, അത് റോങ് ക്വസ്റ്റ്യൻ ആണ്. റോങ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് അത് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് കിട്ടും. അതുപോലെ തന്നെ 58th ക്വസ്റ്റ്യൻ 58ാമത്തെ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് നമുക്ക് ആൻസർ കീ വന്നപ്പോൾ, അതായത് പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ അവിടെ മാർക്ക് ചെയ്തത് ആൻസർ ചെയ്താണ് B ആയിട്ടാണ് മാർക്ക് ചെയ്തത്. എന്നാൽ അത് Bയിൽ നിന്നും കറക്റ്റായിട്ട്, അതായത് റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഏതിലേക്കാണ്, D ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് പ്രൊവിഷണൽ കീയിൽ B ആയിരുന്നു തന്നത്, അതിപ്പോൾ D ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഇനി ഏതാണ് വരിക, ആൻസർ D ആണ് വരിക. ക്ലിയർ? അതാണ് ഇവിടുത്തെ ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ സോഷ്യലി 2 ചേഞ്ചസ് ആണുള്ളത്. ഒരെണ്ണം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു, അത് സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ മാർക്ക് കിട്ടും. രണ്ടാമത്തെ മാറ്റം എന്ന് വെച്ചാൽ A പ്രകാരം, കോഡ് A പ്രകാരം 58ാമത്തെ ചോദ്യം. ഓക്കെ, 58th ക്വസ്റ്റ്യൻ ആണ്. അതെന്തായിട്ടുണ്ട്, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അന്ന് പ്രൊഫഷണൽക്ക് വന്നപ്പോൾ അതിൽ ആൻസർ B ആയിട്ടാണ് കൊടുത്തത്, എന്നാൽ ഇപ്പോൾ ആൻസർ ഏതായിട്ട് തിരുത്തിയിട്ടുള്ളത് D ആണ് കറക്റ്റ് ആൻസർ എന്ന് തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിന് അവിടെ കന്നഡയാണ്. കന്നഡ അറ്റൻഡ് ചെയ്തവർ ആളുകൾ കുറവായിരിക്കും. അതിലും 2 ക്വസ്റ്റ്യൻസിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആൽഫ കോഡ് A പ്രകാരം 93ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 96ാമത്തെ ചോദ്യം അന്ന് പ്രൊഫഷണൽ കീയിൽ ആൻസർ B ആണ് കൊടുത്തത്, എന്നാൽ ഇപ്പോൾ എന്തായി മാറിയിട്ടുണ്ട്, റെക്ടിഫൈഡ് കീ വന്ന സമയത്ത് അത് തിരുത്തിയിട്ട് എന്തായിട്ടുണ്ട്, ആൻസർ A ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് കാറ്റഗറി 2 മാറ്റങ്ങൾ എന്ന് പറയുന്നത്. വലിയ മാറ്റങ്ങൾ ഇത്തവണ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
എന്താ കാറ്റഗറി 3നെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം മാറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. കാരണം ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അവിടെ മാറ്റം വരാറുണ്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നോക്കാം നമുക്ക് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു ചേഞ്ചസ് ബാധകമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ വന്ന മാറ്റം നോക്കാം. നമുക്ക് നോക്കിയാൽ ഇതാ കാറ്റഗറി 3യുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ആൽഫ കോഡ് എ പ്രകാരം 43ാമത്തെ ചോദ്യം തെറ്റാണ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ 60ാമത്തെ ചോദ്യം തന്നെയാണ് റോങ് ആണ്, അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതാണ് കാറ്റഗറി 3 ഇംഗ്ലീഷിൽ 2 ഡിലീഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഇനി വരുന്നത് 64ാമത്തെ ചോദ്യമാണ്. 64ാമത്തെ ചോദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, 64 എന്ന് വെച്ചാൽ എ പ്രകാരമാണ് 64, ബി അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിൽ 68ാമത്തെ ചോദ്യമായിരിക്കും, സി ആണെങ്കിൽ 54, അതുപോലെ തന്നെ ഡി ആണെങ്കിൽ 67. ഓക്കെ, അവിടെ ക്വസ്റ്റൻ നമ്പർ കൃത്യമായിട്ട് ആ കോഡ് വെച്ച് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ എന്താണ് അവിടെ ആൻസർ അന്ന് പ്രൊഫഷണൽ കീയിൽ ബി എന്നാണ് കൊടുത്തത്, എന്നാൽ ഇപ്പോൾ അതെന്തായി മാറിയിട്ടുണ്ട്, തിരുത്തിയിട്ട് എ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യുക. 3 ഇംഗ്ലീഷിൽ മാറ്റം വന്നിട്ടുള്ളത്, 2 ഡിലീഷൻ വന്നിട്ടുണ്ട്, 1 ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ എല്ലാവർക്കും അതിൻ്റെ മാർക്ക് ലഭിക്കും. പിന്നെ സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൻ്റെ അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് 3 ക്വസ്റ്റ്യൻസിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, 114ാമത്തെ ചോദ്യം അന്ന് പ്രൊവിഷണൽ കീയിൽ ഡി ആണ് തന്നിട്ടുള്ളത്, അതിപ്പോൾ റെക്ടിഫൈഡ് കീ വന്ന സമയത്ത് സി ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 91 91ാമത്തെ ചോദ്യം. ഓക്കെ, ഏതാണ് അന്ന് പ്രൊവിഷണൽ കീയിൽ സി ആണ് കൊടുത്തിട്ടുള്ളത്, അതിപ്പോൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ട് ബിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ 128ാമത്തെ ചോദ്യം അതുപോലെ തന്നെയാണ്, ആൻസർ ഡി ആണ് പ്രൊവിഷണൽ കീയിൽ കൊടുത്തതെന്നാൽ ഇപ്പോൾ അത് ബിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടുന്ന് മനസ്സിലാക്കുക. പിന്നെ സോഷ്യൽ സയൻസ് മെയിൻ ആണ്, കാറ്റഗറി 3 ആയതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് മെയിൻ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് 92ാമത്തെ ചോദ്യം എ പ്രകാരം 92ാമത്തെ ചോദ്യമാണ്, അതെന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ആൻസർ ബി ആണ് വന്നത്, അതിപ്പോൾ എയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നാച്ചുറൽ സയൻസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ഒരു ക്വസ്റ്റൻ അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ, അതായത് 71ാമത്തെ ചോദ്യമാണ്, ആ ഡിലീഷൻ ആണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് അത് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് കിട്ടും. അതുപോലെ മാത്തമാറ്റിക്സിനും അതുപോലെ തന്നെയാണ്. 93ാമത്തെ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റോങ് ആണ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മാർക്ക് ലഭിക്കും. ഇതാണ് കാറ്റഗറി 2 ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് കാറ്റഗറി 4ൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, കാറ്റഗറി 4നെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷിൽ ഒരു ചേഞ്ച് ഉണ്ട്, അതുപോലെ സംസ്കൃതം, അതുപോലെ സീയിങ്. ഓക്കെ, ഈ 3 മാറ്റം വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മാർക്ക് ലഭിക്കും. അതായത് ആൻസർ ആൽഫ കോഡ് എ പ്രകാരം 44ാമത്തെ ചോദ്യമാണ്, ക്വസ്റ്റൻ റോങ് ആണ്, സോ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സംസ്കൃതം അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ 2 ക്വസ്റ്റൻസാണ് അവിടെ റോങ് ആയിട്ട് വന്നിട്ടുള്ളത്, അത് രണ്ടും ഇവിടെ ഇപ്പോൾ നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 76ാമത്തെയും 114ാമത്തെയും ചോദ്യങ്ങളാണ്. ബാക്കി ആൽഫ കോഡ് അതുപോലെ തന്നെ അതേ ഓർഡർ തന്നെ നിങ്ങൾ നോക്കുക, രണ്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, സോ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ സ്വിമ്മിങ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ 1, 2, 3, 4 ക്വസ്റ്റൻസിൽ അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ 3 ആൻസർ ഓപ്ഷൻസ് മാത്രം മാറിയതേ എന്നാൽ ഒരു ക്വസ്റ്റൻ എന്താണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 നോക്കുക, ഇവിടെ ഓപ്ഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ക്ലിയർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെക്ടിഫൈഡ് കീ പ്രകാരം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ടിനൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം തന്നെയാണ് നിങ്ങൾ വാല്യൂഷനൊക്കെ നടത്തേണ്ടത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ കൂടെ എന്തായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മാറ്റങ്ങളുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്പറിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടോ അത് മാത്രമേ നിങ്ങൾക്ക് ഈ റെക്ടിഫൈഡ് കീ പ്രകാരം നോക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാത്ത ബാക്കി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറൊക്കെ എന്ത് തന്നെയാണ്, പ്രൊവിഷണൽ കീ പ്രകാരം വന്നു തന്നെയാണ്. ഇനി ഇതിലൊരു മാറ്റങ്ങളൊന്നും വരാൻ ഇല്ല. ഓക്കെ, ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ നോക്കി ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മാർക്ക് വാല്യൂഷനൊക്കെ നടത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ കീ പ്രകാരവും ഇപ്പം വന്ന റെക്ടിഫൈഡ് കീയും കൂടെ ഒത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ഒക്കെ ചെയ്യാം, എന്നിട്ട് എത്രത്തോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഒരുപാട് ദിവസം ഇത്രയൊന്നും വൈകാറില്ല, സാധാരണഗതിയിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ റെക്ടിഫൈഡ് കീ വന്നിട്ടുള്ളത്. ഓക്കെ, പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ റെക്ടിഫൈഡ് കീ പ്രകാരം നിങ്ങൾക്ക് ഇനി എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഒരു ബ്രേക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം സ്കോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ റെക്ടിഫൈഡ് കീ ഒക്കെ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. താങ്ക് യു.